In this video on design of steel structures, we will take up another important problem on how to find the axial load capacity or the compressive force capacity of a column member or a compression member. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ആക്സിയൽ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് എ കോളം കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്ര 3 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനകത്ത് FCD അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എത്രയാണ് സ്ട്രെങ്ത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്ട്രെസ്സിൻ്റെ കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. കോഡ് ബുക്കിൽ പേജ് നമ്പർ 34 ഇതൊക്കെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് FCD കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡാണ്. ദാറ്റ് ഈസ് മച്ച് ഈസിയർ. ഒരു ഇൻ്റർപോളേഷൻ മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് റിവിഷൻ ടൈം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ഒരു ISHB 300 എന്നൊരു സെക്ഷൻ തന്നിട്ടുണ്ട്. ഈ സെക്ഷൻ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്, 3 മീറ്റർ സ്പാൻ ആണെന്ന് തന്നിട്ടുണ്ട്. ബോത്ത് സൈഡ്സ് ആർ പിൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സൈഡും പിൻഡ് കണക്ഷൻ ആണ് എന്ന് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ISHB 300 എന്ന സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ സെക്ഷൻ ആണ്. ISHB എന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ബീം ആണ് ISHB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ആക്സിയൽ ലോഡ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്ന് നോക്കാം. അപ്പോൾ ആക്സിയൽ ലോഡ് കപ്പാസിറ്റിയാണ് തന്നിട്ടുണ്ട് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്, P(D) എൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇത് പേജ് നമ്പർ 34 ഇക്വേഷൻ ആണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. AE × FCD നമുക്ക് ഞാൻ പറഞ്ഞു ഡിസൈൻ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ കപ്പാസിറ്റി എത്രയാണ് എന്ന് കിട്ടും. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് FCD കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പേ AE എന്ന വാല്യൂ എന്താണ്, AE എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ ആണ്. ഈ സെക്ഷണൽ ഏരിയ, എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ ഫോർ എ കംപ്രഷൻ മെമ്പർ ഇസ് ഓൾവേസ് ഈക്വൽ ടു ദ ഗ്രോസ് സെക്ഷൻ ഏരിയ എന്ന് ഈ ഒരു ക്ലോസിൽ പേജ് നമ്പർ 46 കോഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ജസ്റ്റ് എന്താണോ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഏരിയ നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഗ്രോസ് ഏരിയ സ്റ്റീൽ ടേബിളിൽ കിട്ടും, ആ ഏരിയ ഡയറക്റ്റ് നമുക്ക് കംപ്രഷൻ മെമ്പേഴ്സിന് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരി, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഏരിയാസ് കിട്ടണ്ടേ. ഏതിൻ്റെ ഏരിയ എടുക്കണ്ടേ, ഈ തന്നേക്കുന്ന ISHB 300 എന്ന സെക്ഷൻ്റെ ഏരിയാസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് എടുക്കാം, ഒന്നില്ലെങ്കിൽ സ്റ്റീൽ ടേബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ SP6 എന്ന കോഡ് ബുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അനക്സ് Hൽ നമുക്ക് കുറച്ച് മെമ്പേഴ്സൊക്കെ അനക്സ് Hൽ നമുക്ക് IS 800 തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് പേജിലേക്ക് വരും. അത് വേണമെങ്കിൽ അതായാലും റെഫർ ചെയ്യാം, ഏത് വേണമെങ്കിലും റെഫർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, കറസ്പോണ്ടിങ് അറ്റ് ദ റേറ്റ് ഓഫ് 588 Nm/m എന്നൊരു വെയ്റ്റിൻ്റെ ഒരു വാല്യൂ കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് അല്ലേ. അപ്പോൾ ISHB 300 ഒന്നിൽ കൂടുതൽ സെക്ഷൻ വരുവാണെങ്കിൽ കറസ്പോണ്ടിങ് എത്രയാണ് അതിന് വെയിറ്റ് പെർ മീറ്റർ എന്നൊരു വാല്യൂ കൂടി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടാകും. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് SP6 എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ ISHB 300 ഉണ്ടെങ്കിൽ മാത്രമേ അതിങ്ങനെ തരത്തുള്ളൂ. ഏത് സെക്ഷൻ ആണെങ്കിലും അതേപോലെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ സെക്ഷൻസ് അവൈലബിൾ ആണ് എങ്കിൽ അതിൻ്റെ വെയിറ്റ് വ്യത്യാസമാണെങ്കിൽ വെയിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ SP6 നോക്കുക, അല്ലെങ്കിൽ അനക്സ് Hൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ എത്ര കിട്ടും, 74.85 cm² എന്നൊരു ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് സെൻറ്റിമീറ്റർ നമുക്ക് എല്ലാം MM നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് MM കൺവേർട്ട് ചെയ്യുക. 7485 mm² എന്നൊരു ഏരിയ കിട്ടും. ISHB 300 എന്നൊരു സെക്ഷൻ, ഇതൊരു I സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു I സെക്ഷൻ ആണെങ്കിൽ I സെക്ഷനിന് ഒരു ഡെപ്ത് ഉണ്ടാകും. മൊത്തം ഓവറോൾ ഡെപ്തിനെയാണ് ഈ 300 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് 300 എന്ന് വെച്ചാൽ ഓവറോൾ ഡെപ്ത്, അതാണ് എഴുതിയിരിക്കുന്നത്. H = 300 ആണ്. ഈ H ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ. ഇനി ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കേണ്ടത്, ഒന്ന് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. I സെക്ഷൻ്റെ ഇവിടെ ഇതിന് ഫ്ലാഞ്ച് എന്ന് പറയും, ഇത് വെബ് എന്ന് പറയും. അപ്പോൾ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എത്രയാണ്, 10.6 mm ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, ഇതിൻ്റെ ഈ ബ്രെഡ്ത്ത് എത്രയാണ് തന്നേക്കുന്നത്, ഈ ബ്രെഡ്ത്ത് എത്രയാണ് തന്നേക്കുന്നത്, 250 mm ആണ് തന്നേക്കുന്നത്. ഡെപ്ത് 300, ബ്രെഡ്ത്ത് 250, തിക്നെസ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് 10.6 mm തന്നിട്ടുണ്ട്. അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വാല്യൂസ് നമുക്ക് ആവശ്യമാണ്. അത് എല്ലാ ആക്സിസിലും ഉണ്ട്, XX ആക്സിസിലും YY ആക്സിസിലും റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് MM കൺവേർട്ട് ചെയ്യണം. അപ്പം 129.5 mm 54.1 mm നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ എന്തിനാണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ യൂസ് ചെയ്യുന്നത്, നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാൻ λ = KL/R minimum എന്നൊരു വാല്യൂ ആണ്. ഇവിടെ മിനിമം വാല്യൂ ഏതാണ്,
ഇതാണ് RYYൻ്റെ വാല്യൂ ആണ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ശരി, അപ്പോൾ ഇത്രയും വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 2ലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ബക്കിംഗ് ക്ലാസ് ചെക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെക്ക് ഫോർ ബക്കിംഗ് ക്ലാസ് എന്ന്, ഏത് ബക്കിംഗ് ക്ലാസ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു സെക്കൻഡ് മെത്തേഡിൽ FCD കണ്ടുപിടിക്കാനായിട്ട് ടേബിൾ 9 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ ടേബിൾ 9ന് കുറേ പാർട്സ് ഉണ്ട്, ABC കുറേ പാർട്സ് ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ബക്കിംഗ് ക്ലാസ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളാണ് 9ൽ നമ്മൾ സെലക്ട് ചെയ്യുക. 9ABC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സെലക്ട് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടു ബക്കിംഗ് ക്ലാസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ബക്കിംഗ് ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് അത് കോഡിൽ പറഞ്ഞേക്കുന്നത് ക്ലോസ് 7.1.2.2ലാണ് ഇത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ടേബിൾ 10ൽ, പേജ് നമ്പർ 44 ടേബിൾ 10 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബക്കിംഗ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓരോ ടൈപ്പ് സെക്ഷനകത്തും ഓരോ ബക്കിംഗ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്താണ്? I സെക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. I സെക്ഷൻ തന്നിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ബക്കിംഗ് ക്ലാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനകത്ത് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? H/BFും TFൻ്റെയും ഡീറ്റെയിൽസിൻ്റെ ബേസിസിൽ I സെക്ഷനെ തന്നെ 2 കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഏത് ഡീറ്റെയിൽസിൻ്റെ കീഴിൽ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. H/BF എന്ന വാല്യൂ കണ്ടുപിടിക്കാം. Hൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 300 എന്നൊരു വാല്യൂ നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ. അതേപോലെ BFൻ്റെ വാല്യൂ എന്താ? BF എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് അല്ല, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ് BF എന്ന് പറയുന്നത്. എത്രയാണ്? 250 mm ആണ്. ഈ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് H 300 ആണ്, BF 250 ആണ്. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.2 എന്ന വാല്യൂ കിട്ടി. ഇപ്പം ആ കോഡിൽ ടേബിൾ 10-നകത്ത് നമ്മൾ സെലക്ട് നോക്കി കഴിഞ്ഞാൽ H/BFൻ്റെ ബേസിൽ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. H/BFൻ്റെ വാല്യൂ ലെസ് ദാൻ 1.2 ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1.2 ആണെങ്കിലോ 2 കേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2ൻ്റെ കേസിൽ വരുന്നത് കൊണ്ട് ആ ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കോളത്തിനകത്ത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. അപ്പോൾ തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 10.6 mm ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തും ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ലെസ് ദാൻ 100 mm ആണോ ഗ്രേറ്റർ ദാൻ 100 mm ആണോ എന്നൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ? ലെസ് ദാൻ 100 mm ഇല്ല, 10.6 അല്ലേ ഉള്ളൂ. അപ്പോൾ ലെസ് ദാൻ 100 mm എന്നൊരു കേസാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 കേസും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ 10ൽ നമുക്ക് എന്തെഴുതാം? Z ആക്സിസിൽ ക്ലാസ് Bയും YY ആക്സിസിൽ ക്ലാസ് സിയും ആണ് എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ബക്ലിംഗ് എന്നൊരു I സെക്ഷൻ ഉണ്ടെങ്കിൽ I സെക്ഷൻ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ബക്കിൾ ചെയ്യും അല്ലേ. ബക്കിൾ ചെയ്യുന്നത് നമുക്ക് ഓരോ ആക്സിസിലും ബക്ക് ചെയ്യാം. ഈ ആക്സിസിൽ ബക്ക് ചെയ്യാം, ഈ ആക്സിസിൽ ബക്കിൾ ചെയ്യാം. അങ്ങനെ ഓരോ ആക്സിസിലും ബക്ലിങ്ങിൻ്റെ അത് വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ആക്സിസിലെ കേസസ് ആണ് ഈ പറഞ്ഞത്. Z ആക്സിസിലാണ് ഈ ക്ലാസ് B ആയിരിക്കും, YY ആക്സിസിൽ ക്ലാസ് C ആയിട്ടായിരിക്കും ബക്കിൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ 2 എണ്ണം ക്ലാസിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ആക്സിസിനും ഏതാണ് ക്രിട്ടിക്കൽ എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് 2 മെത്തേഡുണ്ട് ക്രിട്ടിക്കൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ കറസ്പോണ്ടിങ് ടു നമുക്ക് I വാല്യൂ, I എന്ന് വെച്ചാൽ എന്താ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന വാല്യൂ ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അത് ബക്കിൾ ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ കുറവാണെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് ബക്കിളായി പോകും. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? സ്ട്രെങ്ത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന വാല്യൂ ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടിയ ഒരു സെക്ഷൻ ആണെങ്കിൽ എപ്പോഴും കുറച്ചും കൂടി ബക്ലിംഗ് ടേക്കപ്പ് ചെയ്യാം. ബക്ലിംഗ് ആവാതെ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ട്, കുറച്ചും കൂടി ലോഡ് എടുക്കാൻ പറ്റും. അപ്പം കറസ്പോണ്ടിങ് ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഈ 2 എണ്ണത്തിൽ ഏതാണോ ക്രിട്ടിക്കൽ എന്നെടുക്കാം. ഏറ്റവും ആദ്യം ബക്കിളാവുന്നത് ഏറ്റവും കുറച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉള്ള സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഏത് ആക്സിസിലാണോ ഏറ്റവും കൂടുതൽ കുറച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളത് അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 മെത്തേഡിലും 2 ക്ലാസ്സിലും നമ്മൾ FCD കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഏറ്റവും മിനിമം സ്ട്രെസ് വരുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫെയിൽ ആവുന്നത് അല്ലേ. അപ്പോൾ മിനിമം സ്ട്രെസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ടേബിൾ 10-ന് നമുക്ക് 2 ബക്കിംഗ് ക്ലാസ് ഉണ്ട്. ക്ലാസ് ബിയും ക്ലാസ് സിയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമുക്ക് ഈ 2 ക്ലാസ്സസിലും ഉള്ള FCD വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ മിനിമം വരുന്ന ഏതാണോ അതായിരിക്കും നമുക്ക് ആദ്യം ഫെയിൽ ആവുന്നത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അതിന് സ്റ്റെപ്പ് 3ലേക്ക് പോകാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് എന്താ? ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ FCDയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഈ FCD കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം? ടേബിൾ 9ൻ്റെ ബേസിസിലാണ് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ടേബിൾ 9ൻ്റെ ബേസിസിലാണ് നമുക്ക് FCDയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് FCD കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 വാല്യൂസ് വേണം. ഒന്ന് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എത്രയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് സാധാരണ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 250 MPa ആയിരിക്കും. നമുക്ക് ഗിവൺ ഡേറ്റ ആയിരിക്കും ഇത് കോമൺലി, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം മോസ്റ്റ്ലി ഇത് ഗിവൺ ഡേറ്റ ആയിരിക്കും. FY = 250 MPa ആണ് സാധാരണ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. യൂഷ്വലി Fe415 സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ടു FY = 250 MPa ആണ് നമുക്കറിയാം. ഇനി നമുക്ക് രണ്ടാമത്തെ വാല്യൂ എന്താ വേണ്ടത്? ഈ ടേബിൾ 9 നോക്കിക്കഴിഞ്ഞാൽ 9ൽ നമുക്ക് ABC കുറേ
കേസസ് ഉണ്ട്. നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലാസ് ബീൻ്റെ കേസസ് ആണ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് കോഡിൽ. അപ്പോൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടേബിളിൽ നിന്നുള്ള വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ലാംഡ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് KL/R മിനിമം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ KL കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് സപ്പോർട്ട് കണ്ടീഷൻ എന്ന് അറിയണം അല്ലേ. അപ്പോൾ സപ്പോർട്ട് കണ്ടീഷൻ തന്നേക്കുന്നത് എന്താണ്, ബോത്ത് എൻഡ്സ് ആർ പിൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ എന്താണ് നമ്മൾ കെയുടെ വാല്യൂ, നമ്മൾ ടേബിൾ 11 നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ കെയിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ കെയിൻ്റെ വാല്യൂ 1 ആണ്, കറസ്പോണ്ടിങ് ടു പിൻഡ് സപ്പോർട്ട് ബോത്ത് എൻഡ്സ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കെയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ L ലെങ്ത് മൊത്തം 3 മീറ്റർ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ് നമ്മളിവിടെ സെലക്ട് ചെയ്തു, RY 54.1 mm ആണ് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ലാംഡ അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ കിട്ടി 55.45 എന്നൊരു വാല്യൂ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടി. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂവും FY 250 ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ടേബിളിൽ നിന്ന് നമുക്ക് FCDയുടെ വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ലീനിയർ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ടേബിൾ 9ലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ 55.45 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി അല്ലേ, സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ. നമുക്ക് കേസ് 1 ആയിട്ട് നമുക്ക് ക്ലാസ് ബി എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബി മാത്രം എടുക്കാം. ഈ ക്ലാസ് ബി സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പേജ് 41 ടേബിൾ 9B ആയിട്ട് ക്ലാസ് ബീൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. FCD വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 9Bയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് FYയുടെ വാല്യൂ നമുക്കറിയാം 250 ആണെന്ന്. അപ്പോൾ ലാംഡ 55.45 ആകുമ്പോൾ നമുക്ക് 50ക്കും 60ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂവിന് ഇടയ്ക്കായിട്ട് എത്രയാണ് നമുക്ക് FCD വാല്യൂ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ലീനിയർ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ലീനിയർ ഇൻ്റർപോളേഷൻ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ലീനിയർ ഇൻ്റർപോളേഷൻ ചെയ്യുമ്പോൾ നമുക്ക് FCDയുടെ വാല്യൂ കിട്ടുന്നത് 186.91 എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്, 186.91 Nm/m². ഇത് സ്ട്രെസ്സാണ് അല്ലേ, കംപ്രസീവ് സ്ട്രെസ്സാണ്. എത്രമാത്രം ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടെന്നുള്ള വാല്യൂ ആണ് FCD എന്ന് പറഞ്ഞത്. അത് നമുക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് കേസ് 2 ചെയ്തൂടെ. കേസ് 2 എന്താണ്, നമ്മൾ ക്ലാസ് C ചെയ്യാം അല്ലേ. ക്ലാസ് C എടുക്കുമ്പോൾ നമുക്ക് അതേപോലെ ടേബിൾ 9C ആണ് എടുക്കേണ്ടത്. പേജ് നമ്പർ 42 തൊട്ടടുത്ത പേജിലുണ്ട്. നമുക്ക് പേജ് നമ്പർ 42 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഈ വാല്യൂസ് കുറച്ച് ചേഞ്ചസ് വരും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് 183 160 ഇടയ്ക്കുള്ള വാല്യൂ ആണ് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അതും ലീനിയർ ഇൻ്റർപോളേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 174.82 Nm/m² എന്നൊരു വാല്യൂ ആണ് FCD കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കൽ വാല്യൂ ഏതാണ്, ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതായിരിക്കും ആദ്യം ഫെയിൽ ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ FCD അബൌട്ട് ക്ലാസ് C ആണ് നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ വാല്യൂ അതാണ്, 174 അല്ലേ ചെറിയ വാല്യൂ. അപ്പോൾ നമുക്ക് ക്ലാസ് സിയിലാണ് നമുക്ക് ഫെയിലിയർ ആദ്യം വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇസഡ് ആക്സിസും YY ആക്സിസും ഉള്ളതിൽ YY ആക്സിസിലാണ് ആദ്യം ഇത് ഫെയിൽ ആവാൻ പോകുന്നത് അണ്ടർ ഡ്യൂ ടു കംപ്രഷൻ. അപ്പോൾ ടോട്ടൽ ആക്സിൽ ലോഡ് കപ്പാസിറ്റി എത്രയാണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആക്സിൽ ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതിയതാണ് PD = AE × FCD എന്ന് പറയുന്നത്. ഇതിനകത്ത് FCD ഏതാണ് ക്രിട്ടിക്കൽ വാല്യൂ, ആ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. AE എന്താണ്, നമ്മൾ ആദ്യം സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ ആണ് 7485 എന്ന് പറഞ്ഞാൽ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തതാണ്. ISHB 300 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്തതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്രയാണ് ആക്സിൽ ലോഡ് കപ്പാസിറ്റി എന്ന് കിട്ടും. അല്ലെങ്കിൽ ആക്സിൽ ലോഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1308.52 kN എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആക്സിൽ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് എ കോളം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മളിത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമുക്ക് മെത്തേഡ് 1 യൂസ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ, കുറച്ച് ഇക്വേഷൻസ് കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രോബ്ലം നമുക്ക് മെത്തേഡ് 1 കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാം. ഓക്കെ.